വസതിക്ക് പുറത്ത് കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മറ്റ് എംപിമാർക്കുമെതിരെ സ്വീകരിച്ച പോലീസ് നടപടിക്കെതിരെ മർദ്ദോറിന് മുന്നിൽ പ്രതിഷേധിച്ച എംപിമാർ എല്ലാ കോൺഗ്രസ് എംപിമാരും ഇന്ന് പാർലമെന്റിലെത്തുന്നത് കറുത്ത വസ്ത്രം ധരിച്ചായിരിക്കുമെന്നും ഇന്നത്തെ ദിവസം കരിദിനമായി ആചരിക്കുമെന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞത്. ഇന്നലെ നിഷ്ഠൂരമായ സംഭവം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എംപിമാർക്കെതിരെ പോലീസ് നടത്തിയ നരനായിട്ട് അത്യധികം പ്രതിഷേധമുണ്ടാക്കുന്നത് തന്നെയായിരുന്നു. प्रश्नकाल के अंदर सभी मान्य सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है। इसलिए मेरा आग्रह है, प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ। जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा, लेकिन चर्चा प्रश्नकाल के बाद ही होती है। अगर आप सदन में चर्चा करना चाहते हैं तो आप नोटिस दीजिए, मैं प्रश्नकाल के बाद आपको चर्चा करना की अनुमति प्रदान करने के लिए तैयार हूं। आप अगर सदन नियोजित तरीके से नहीं चलाना चाहते, सदन की मर्यादा को नहीं बनाना चाहते तो सदन की कार्रवाई नहीं चलेगी। सदन आज 12 बजे तक के लिए स्थगित किया जाता है। നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇന്നലെ എംപിമാർക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച വലിയ രീതിയിലൊരു പ്രതിഷേധ ബഹളമാണെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ ഉന്നയിച്ചത്. അതിനെതിരെ പാർലമെന്റ് ഇന്ന് പിരിഞ്ഞേക്കുകയാണ്. 12 മണിവരെ പാർലമെന്റ് പിരിയുന്ന സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ നടത്തിയത്. അതുല്യ കെയർ ഉണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഇന്ന് പാർലമെന്റ് ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളമാണ് നമ്മൾ കണ്ടത്. 12 മണിവരെ നിലവിൽ പാർലമെന്റ് പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്ന നിലപാടിലേക്ക് അടക്കം കേന്ദ്ര സർക്കാർ നീങ്ങുമോ ഈ ഒരു സാഹചര്യത്തിൽ? കാർത്തു, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാർലമെന്റിന്റെ നടപടികൾ ആരംഭിച്ചയുടൻ തന്നെ പാർലമെന്റ് 12 മണിവരേക്ക് പിരിയുകയായിരുന്നു. സ്പീക്കർ തന്റെ ചേംബറിൽ നിന്ന് സ്പീക്കറുടെ കസേരയിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. മാത്രമല്ല, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് എംപിമാരും മറ്റ് ചില ഇടതുപക്ഷ പാർട്ടികളുടെ എംപിമാരും ഇന്ന് പാർലമെന്റിലെത്തിയത്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ഒരു കരിദിനമായി ആചരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന്. കാരണം ഇന്നലെ ഒരു രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച ജനപ്രതിനിധികളെയാണ് റോഡിൽ വലിച്ചിഴച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നടപടിക്കെതിരെ പ്രതിഷേധ സൂചകമായാണ് ഇന്ന് കറുപ്പണിഞ്ഞ് പാർലമെന്റിൽ എത്തുന്നത് എന്നതായിരുന്നു ഈ എംപിമാർ പറഞ്ഞത്. മാത്രമല്ല, പാർലമെന്റ് സമ്മേളനം, അതായത് ഈ സമ്മേളനത്തിന്റെ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റിന്റെ കവാടമായിട്ടുള്ള മഗർദ്വാറിൽ പ്രതിപക്ഷ എംപിമാരൊരു പ്രതിഷേധവും നടത്തിയിരുന്നു. സാധാരണയായി ഇത്തരം ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ആ വിഷയം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മഗർദ്വാറിൽ പ്രതിഷേധങ്ങൾ അവർ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, അതുപോലെ തന്നെ സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ ക്രൂരത, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു അടിച്ചമർത്തൽ നയം, ഇതെല്ലാം പ്ലക്കാർഡുകളിൽ എഴുതിക്കൊണ്ട് മഗർദ്വാറിന് മുന്നിൽ ഈ എംപിമാർ പ്രതിഷേധം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവർ പാർലമെന്റിനകത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ പാർലമെന്റിന്റെ നടപടികളിലേക്ക്, ആ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോലും ഇട കൊടുക്കാതെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു.
അതിനെ തുടർന്നാണ് 11 മണിക്ക് സഭ ആരംഭിച്ച വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സഭ പിരിയുകയായിരുന്നു. സ്പീക്കർ നമ്മൾ കണ്ടതുപോലെ തന്നെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കസേരയിൽ വന്നിരിക്കുമ്പോഴേക്കും പ്രതിപക്ഷ MP-മാർ ബാനറുകളും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു. ഒരാൾ പോലും തൻ്റെ സീറ്റുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൊത്തം MP-മാരും അവനവൻ്റെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയുടെ നടപടിക്രമങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. നേരെ സഭ കയറുന്നു, സഭയിൽ സ്പീക്കർ തൻ്റെ സ്ഥാനത്തിരിക്കുന്നു, പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിക്കുന്നു. ആ ബഹളത്തിനുള്ളിൽ നിന്ന് തന്നെ സഭ 12 മണി വരത്തേക്ക് പിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും സഭ ഇന്ന് പ്രക്ഷുബ്ധമാകും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയായിരുന്നു. എന്നാലും ഇത്തരത്തിൽ ഒരു നടപടിക്രമത്തിലേക്ക് പോലും കടക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസിനൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിൻ്റെയും കെ രാധാകൃഷ്ണൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഇടതുപക്ഷവും ഇത്തരത്തിൽ ഇതേ രീതിയിൽ തന്നെ പാർലമെൻറ്റിൽ പ്രതിഷേധത്തിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 12 മണിക്ക് ഈ ഒരു സഭ വീണ്ടും ചേരുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ സമാനമായ രീതിയിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ തുടർന്ന് സഭ ഇന്നലത്തേക്ക് പിരിയുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ കണ്ട അതിനാടകീയമായ രംഗങ്ങളെല്ലാം തന്നെ തലസ്ഥാനത്തുണ്ടായത്. ഇന്നിപ്പോൾ കേരളത്തിലെ 6 MP-മാർ ചേർന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നടന്ന കോൺഗ്രസ് MP-മാർക്കെതിരായ പോലീസ് നടപടി അടക്കം ചർച്ച ചെയ്യണം. നീറ്റ് വിഷയത്തിലെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന സമരവും അതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MP-മാരായ ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ മറ്റ് MP-മാർ എല്ലാവരും തന്നെ, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ അടക്കമുള്ള MP-മാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി 12 മണിക്ക് വീണ്ടും സഭ ചേരുമ്പോൾ ആ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകുമോ അതോ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കുമോ? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം സമരം പാർലമെന്റിന് പുറത്തേക്ക് മാറ്റുമോ എന്നുള്ളതെല്ലാമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഈ പാർലമെന്റിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർലമെന്റിനുള്ളിൽ സഭ സമ്മേളിക്കുമ്പോൾ സംസാരിക്കാൻ അനുവദിച്ചാലും ഇല്ലെങ്കിലും അകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ 12 മണിക്ക് സഭ ചേർന്നതിന് ശേഷം വീണ്ടും ഈ ഒരു പ്രതിഷേധത്തിന് അനുമതി നൽകിയില്ല, അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് പുറത്ത് വീണ്ടും ശക്തമായ ഒരു പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് തന്നെയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും CJP പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ പാർലമെന്റിലടക്കം കണ്ടത്. ലോക്സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൂടാതെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ചാണ് MP-മാർ സഭയിലെത്തിയത്. ഇന്ന് കരിദിനമായി ആചരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് MP-മാർ നൽകിയിരുന്നത്. അതിന്റെ ഭാഗമായിരുന്നു സഭയിൽ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷ ബഹളം ആരംഭിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ ഒരു നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. 12 മണി വരെയാണ് നിലവിൽ സഭ പിരിഞ്ഞേക്കുന്നത്. അതിനുശേഷമായിരിക്കും നിർണായക തീരുമാനമടക്കം ഉണ്ടാകുക. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് വ്യാപക പ്രതിഷേധത്തിലേക്ക് തന്നെ തങ്ങൾ കടക്കുമെന്നൊരു നിലപാടിലാണ് പ്രതിപക്ഷ MP-മാർ ഉള്ളത്. എന്തായാലും വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ദില്ലി കടക്കുന്നത്. ഇന്നലെയുണ്ടായ നാടകീയമായ സംഭവങ്ങളടക്കം സഭയിൽ ഉന്നയിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയെ അടക്കം വർദ്ധിച്ച പോലീസ് നരനായാട്ടിനെതിരെ വിമർശനം ഉന്നയിക്കാൻ തന്നെയായിരുന്നു MP-മാരുടെ തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക, കൂടാതെ തന്നെ CJP പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകണമെന്ന ആവശ്യമടക്കമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല എന്നുണ്ടെങ്കിൽ സഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.
ഇപ്പോൾ രാജ്യസഭ ആരംഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. छात्रों के खिलाफ जिस तरह लाठीचार्ज और हिंसा की गई है, उससे मेरा मन लाठीचार्ज अत्यंत बिहार उनको ഇപ്പോൾ ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമാണ്. അതിനാൽ രാജ്യസഭയും പിരിയുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സഭയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. മറുപടികളൊന്നും കേൾക്കാതെ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും പിരിയുന്ന സാഹചര്യമാണുള്ളത്. ലോക്സഭ 12 മണി വരെയാണ് പിരിഞ്ഞേക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം കടന്നിരുന്നത്. സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ എംപിമാരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. CJP പ്രവർത്തകരെ തല്ലിച്ചതച്ച നരേന്ദ്രമോദി അതിന് നേതാക്കളോട് മാപ്പ് പറയണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ തങ്ങൾ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എത്രത്തോളം കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി പറയാതെ മുന്നോട്ട് പോകുന്നു, അത്രത്തോളം തങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ എംപിമാർ ഉള്ളത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലൊരു നാടകീയ സംഭവങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ ഉണ്ടായത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലേക്ക് പോലീസ് ബലം പ്രയോഗിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടതിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള എംപിമാരെ പോലീസ് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധം, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പല കോണുകളിൽ നിന്നാണ് വിമർശനങ്ങൾ മുഴങ്ങിക്കേട്ടത്. അതിനിടെയാണ് ഇന്നിപ്പോൾ ലോക്സഭയിലേക്കും ആ പ്രതിപക്ഷ സ്വരം എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിലടക്കം പ്രതിപക്ഷ എംപിമാർ കറുത്ത വസ്ത്രം ധരിച്ചെത്തി കറുത്ത ദിനമായി തങ്ങൾ അല്ലെങ്കിൽ കരിദിനമായി തങ്ങൾ ഇതിനെ ആചരിക്കുന്നു എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് എംപിമാർ കടന്നത്. കൃത്യമായ രീതിയിൽ തങ്ങൾ പ്രതിഷേധിക്കും. ആ പ്രതിഷേധം എപ്പോൾ കേന്ദ്ര സർക്കാർ മുഖവിലേക്ക് എടുക്കുമോ അതുവരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന എംപിമാരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ പാർലമെന്റ് പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് ഏറ്റെടുത്ത് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെ നീക്കം.